ഹലോ ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പാച്ചെ സ്റ്റോമിൻ്റെ സവിശേഷതകൾ പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയിരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് സവിശേഷതകളും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് തുടങ്ങേണ്ടത് അപ്പാച്ചെ സാംസെ ആണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പം നമ്മൾ അപ്പാച്ചെ സ്റ്റോം ആയിരുന്നല്ലേ പറഞ്ഞത്. സ്റ്റോമിൻ്റെ സവിശേഷതകൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇനിയൊരു ഉപയോഗം നമുക്ക് പറയാം. ഉപയോഗം എന്ന് പറയുന്നത് ട്വിറ്ററിൽ ട്രെൻഡിങ് ആയ ഹാഷ്ടാഗുകളും വിഷയങ്ങളും തത്സമയം കണ്ടെത്താനായിട്ടാണ് സ്റ്റോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അപ്പാച്ചെ സാംസെ ആണ് പറയുന്നത്. ലിങ്ക്ഡിൻ കമ്പനി വികസിപ്പിച്ചെടുത്ത ഒരു റിയൽ ടൈം സ്ട്രീം പ്രോസസ്സിംഗ് ഫ്രെയിം വർക്കാണിത്. ഇത് സാധാരണയായി അപ്പാച്ചെ കാഫ്ക എന്ന മെസ്സേജിംഗ് സിസ്റ്റത്തിനൊപ്പമാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ലളിതമായ നിർമ്മിതിയാണ്. ഹഡൂപ്പിലെ യാൻ, കാഫ്ക എന്നിവയുമായി വളരെ എളുപ്പത്തിൽ ഒത്തുപോകുന്ന രീതിയിലാണ് സാംസ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഫോൾട്ട് ടോളറൻസ് ആണ്. സിസ്റ്റം തകരാറിലായാലും പ്രോസസ്സിംഗ് നിർത്തിയെടുത്തു നിന്ന് തന്നെ പുനരാരംഭിക്കാൻ ഇതിന് പ്രത്യേക സംവിധാനമുണ്ട്. സ്റ്റേറ്റ് സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ലിങ്ക്ഡിനിൽ ഉപഭോക്താക്കളുടെ പ്രവർത്തനങ്ങൾ, ക്ലിക്സ് ആൻഡ് വ്യൂസ് തത്സമയം നിരീക്ഷിക്കാനും സപ്ലൈ ചെയിൻ ലോജിസ്റ്റിക്സ് ട്രാക്ക് ചെയ്യാനും സാംസെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിലൊരു ടേബിൾ തന്നിട്ടുണ്ടല്ലേ, നമുക്ക് ആ ടേബിൾ ഒന്ന് നോക്കാം. ഫ്രെയിം വർക്ക് ഹഡൂപ്പാണ് പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഫസ്റ്റ് കുറഞ്ഞ ചിലവിൽ വലിയ സംഭരണശേഷിയാണ് ഹഡൂപ്പിൽ. ഇതിൻ്റെ പ്രോസസ്സിംഗ് രീതി എന്ന് പറഞ്ഞാൽ ബാച്ചാണ്, പഴയ ഡേറ്റയാണ്. അനുയോജ്യമായ മേഖല എന്ന് പറയുന്നത് ബിസിനസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനാണ് ഹഡൂപ്പുകൾ ഉപയോഗിക്കൽ. നെക്സ്റ്റ് സ്പാർക്കാണ് പറയുന്നത്. സ്പാർക്കിൻ്റെ ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റാമിൽ പ്രവർത്തിക്കുന്നതിനാൽ ഉയർന്ന വേഗതയാണ് എന്തിനുള്ളത്, സ്പാർക്കിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതി എന്ന് പറഞ്ഞാൽ ബാച്ച് പ്ലസ് റിയൽ ടൈം ഡേറ്റ തരുകയാണ് ചെയ്യുന്നത്. അതായത് പ്രോസസ്സിംഗ് രീതി ഹഡൂപ്പിൽ ബാച്ചാണ്, പഴയ ഡേറ്റയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് എന്താണ്, ബാച്ചും പ്ലസും റിയൽ ടൈം ഡേറ്റയും നൽകുന്നുണ്ട്. പഴയ ഡേറ്റയും നൽകുന്നുണ്ട്, റിയൽ ടൈം നിലവിലുള്ള ഡേറ്റയും നൽകുന്നുണ്ട്. ഇതിന് അനുയോജ്യമായൊരു മേഖല എന്ന് പറയുന്നത് മെഷീൻ ലേണിംഗ് പ്രവചനങ്ങളാണ്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലിങ്കിനെ കുറിച്ചിട്ടാണ്. അതിവേഗത്തിലുള്ള തത്സമയ പ്രോസസ്സിംഗ് ആണ് ഫ്ലിങ്ക് നൽകുന്നത്. ട്രൂ സ്ട്രീമിംഗ് ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിംഗ് രീതി എന്ന് പറയുന്നത്. ഇതിൻ്റെ മേഖല ബാങ്കിങ് തട്ടിപ്പുകൾ തടയലാണ്. നെക്സ്റ്റ് സ്റ്റോം ആണ് പറയുന്നത്. തുടർച്ചയായ ഡേറ്റ ഒഴുക്ക് നിയന്ത്രിക്കലാണ് സ്റ്റോമിൻ്റെ ഒരു പ്രത്യേകത. റിയൽ ടൈം ഡേറ്റയാണ് നൽകുന്നത്. സോഷ്യൽ മീഡിയ ട്രെൻഡ് അനലിറ്റിക്സിന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി സാംസ പറയുന്നത് എന്താണ്, കാഫ്ക സാങ്കേതിക വിദ്യയുമായുള്ള മികച്ച ചേർച്ചയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതിൻ്റെ പ്രോസസ്സിംഗ് രീതി എന്ന് പറയുന്നത് നിയർ റിയൽ ടൈം ഡേറ്റയാണ്. പിന്നെന്താണ്, ഉപഭോക്തൃ പെരുമാറ്റ പഠനത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഒരു ടേബിളിൽ തന്നിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ബിഗ് ഡാറ്റയുടെ പ്രായോഗിക ഉപയോഗങ്ങൾ, ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ പറയുന്നത് മാനുഫാക്ചറിങ് ആണ് അല്ലേ. നിർമ്മാണ മേഖലയിൽ എങ്ങനെയാണ് യന്ത്രങ്ങൾക്ക് തകരാറുകൾ സംഭവിക്കുന്നത് മുൻകൂട്ടി പ്രവചിക്കാനും പ്രഡിക്റ്റീവ് മെയിൻ്റെനൻസിനും ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാനും ബിഗ് ഡാറ്റ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സീമെൻസിൻ്റെ ഡിജിറ്റൽ ഫാക്ടറികൾ ഇത് ബിഗ് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഫാക്ടറികളുടെ മെഷീൻസിൻ്റെ കംപ്ലൈൻറ്റ്സ് ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ആരോഗ്യ മേഖലയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഹെൽത്ത് കെയറിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ EHRS വിശകലനം ചെയ്യുന്നതിലൂടെ രോഗങ്ങൾ നേരത്തെ കണ്ടെത്താനും വ്യക്തിഗത ചികിത്സകൾ നിശ്ചയിക്കാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് റീറ്റെയിൽ രംഗത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ഉപഭോക്താക്കളുടെ വാങ്ങൽ രീതികൾ, താൽപ്പര്യങ്ങൾ, സോഷ്യൽ മീഡിയ ഇടപെടലുകൾ എന്നിവ വിശകലനം ചെയ്യാൻ ബിഗ് ഡാറ്റ സഹായിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ആമസോണിൻ്റെ റെക്കമെൻഡേഷൻ എൻജിൻ ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങൾ നിർദ്ദേശിക്കാൻ ഇത് സഹായിക്കുന്നു. ഇതിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളുടെ വിശ്വസ്തത നേടിയെടുക്കാനും സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫിനാൻസ് ആണ്, ധനകാര്യ രംഗം.
അതെന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പുകൾ, ഫ്രോഡ്സ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ തത്സമയം കണ്ടെത്താൻ ബിഗ് ഡാറ്റ സഹായിക്കുന്നുണ്ട്. ഉദാഹരണം പേപാൽ. കോടിക്കണക്കിന് ഇടപാടുകൾ തത്സമയം പരിശോധിച്ച് തട്ടിപ്പുകൾ മുൻകൂട്ടി തടയാൻ ഇവർ ബിഗ് ഡാറ്റയും AI സാങ്കേതികവിദ്യയും ഉപയോഗിക്കുന്നുണ്ട്. ബാങ്കുകൾക്ക് വായ്പ നൽകുന്നതിന് മുൻപ് ഉപഭോക്താക്കളുടെ സാമ്പത്തിക ശേഷി കൃത്യമായി വിലയിരുത്താനും ഇത് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഗതാഗതവും ലോജിസ്റ്റിക്സും. ഓക്കെ, അത് എന്താണെന്ന് നമുക്ക് നോക്കാം. GPS, ട്രാഫിക് സെൻസറുകൾ, കാലാവസ്ഥാ റിപ്പോർട്ടുകൾ എന്നിവയിൽ നിന്നുള്ള ഡേറ്റ വിശകലനം ചെയ്ത് ഡെലിവറി റൂട്ടുകൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഉദാഹരണം ഫെഡെക്സ്, DHL എന്നിവയാണ്. ഇന്ധന ചെലവ് കുറയ്ക്കാനും കൃത്യസമയത്ത് സാധനങ്ങൾ എത്തിക്കാനും കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നതാണ് സ്മാർട്ട് സിറ്റികൾ. ട്രാഫിക് നിയന്ത്രണം, മാലിന്യ സംസ്കരണം, ഊർജ്ജ സംരക്ഷണം എന്നിവയ്ക്ക് ബിഗ് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം ബാഴ്സലോണയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഇൻഡസ്ട്രി 4.0യിലെ ബിഗ് ഡാറ്റയുടെ പങ്ക്. ബിഗ് ഡാറ്റ ഇൻ ഇൻഡസ്ട്രി 4.0. അതിൽ ഫസ്റ്റ് പോയിൻ്റ് എന്താണ് പറയുന്നത്? സ്മാർട്ട് ഫാക്ടറികളാണ്. യന്ത്രങ്ങളും സെൻസറുകളും പരസ്പരം ബന്ധിപ്പിച്ച് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തെ പോയിൻ്റാണ് ഇൻഡസ്ട്രിയൽ IoT. ഉപകരണങ്ങളിൽ നിന്നുള്ള ഡേറ്റ തത്സമയം ശേഖരിച്ച് ഫാക്ടറികളുടെ പ്രവർത്തനം കൂടുതൽ സ്വയം ഭരണാധികാരമുള്ളതാക്കുന്നു. നെക്സ്റ്റ് പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെഷീനുകൾ കേടാകുന്നതിന് മുൻപ് തന്നെ അത് പ്രവചിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തുന്നു. ഉദാഹരണത്തിന് റോൾസ് റോയ്സ് വിമാന എഞ്ചിനുകളുടെ അറ്റകുറ്റപ്പണികൾ കൃത്യമായി ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? സപ്ലൈ ചെയിൻ ഒപ്റ്റിമൈസേഷനെ കുറിച്ചിട്ടാണ്. വാൾമാർട്ട് പോലെയുള്ള കമ്പനികൾ ഉൽപ്പന്നങ്ങളുടെ വിതരണവും സ്റ്റോക്കും കൃത്യമായി നിയന്ത്രിക്കാൻ ബിഗ് ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത പോയിൻ്റാണ് കസ്റ്റമർ പേഴ്സണലൈസേഷൻ. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് വ്യക്തിഗതമാക്കിയ സേവനങ്ങൾ നൽകുന്നു. ഉദാഹരണത്തിന് നെറ്റ്ഫ്ലിക്സ്. ഇനി പറയുന്നത് പ്രധാന കേസ് സ്റ്റഡികളെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കത് ആദ്യം തന്നെ നോക്കാം. ജനറൽ ഇലക്ട്രിക്കിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. തങ്ങളുടെ പ്രെഡിക്സ് എന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോം വഴി വ്യാവസായിക ഉപകരണങ്ങളിലെ കേടുപാടുകൾ മുൻകൂട്ടി കണ്ടെത്താനും വിമാന എഞ്ചിനുകളുടെ കാര്യക്ഷമത കൂട്ടാനും ഇവർക്ക് സാധിച്ചു. എങ്ങനെയാണ്? ബിഗ് ഡാറ്റ ഉപയോഗിക്കുന്നത് മൂലം അവർക്കത് സാധിച്ചു. നെക്സ്റ്റ് പറയുന്നതാണ് ഡേറ്റ കൺസൾട്ടൻസി സർവീസസ്, TCSനെ കുറിച്ച്. ആഗോള ലോജിസ്റ്റിക്സ് രംഗത്തും സപ്ലൈ ചെയിനിലും ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഒഴിവാക്കാനും വിപണിയിലെ ആവശ്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും TCS ബിഗ് ഡാറ്റ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി പറയുന്നത് നെറ്റ്ഫ്ലിക്സിനെ കുറിച്ചിട്ടാണ്. ഉപഭോക്താക്കളുടെ സെർച്ച് ഹിസ്റ്ററിയും കാണൽ രീതികളും വിശകലനം ചെയ്ത് അവർക്ക് താല്പര്യമുള്ള സിനിമകൾ നിർദ്ദേശിക്കുന്നു. ഹൗസ് ഓഫ് കാർഡ്സ് എന്ന പ്രശസ്തമായ സീരീസ് നിർമ്മിക്കാൻ നെറ്റ്ഫ്ലിക്സിനെ സഹായിച്ചത് ഇത്തരത്തിലുള്ള ബിഗ് ഡാറ്റ വിശകലനമാണ്. ബിഗ് ഡാറ്റ വിശകലനം ചെയ്തതോടുകൂടിയാണ് കസ്റ്റമേഴ്സിൻ്റെ, ഉപഭോക്താക്കളുടെ താല്പര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും ബ്രൗസിംഗ് ഹിസ്റ്ററിയിൽ അത് എന്ത് ചെയ്യാണ് എപ്പോഴും റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ അത് വരാനും അത് തുടർന്ന് ഉപഭോക്താക്കൾ കാണുകയും ചെയ്യുന്നു. അവരുടെ റേറ്റിംഗും കൂടുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഈ ബിഗ് ഡാറ്റ എന്തിന് സഹായിക്കുന്നുണ്ട്? പല ഫാക്ടറീസിലാണെങ്കിൽ പ്രെഡിക്റ്റീവ് മെയിൻ്റനൻസിനും മെഷീൻസിൻ്റെ തകരാറുകൾക്കും അത് നേരത്തെ മുൻകൂട്ടി കണ്ടെത്തി അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് യൂസസ് ബിഗ് ഡാറ്റ ഉണ്ട്. ഇൻഡസ്ട്രി 4.0യിലും ഉണ്ട്, വ്യാവസായിക രംഗത്തുണ്ട്, ഹെൽത്ത് കെയറിലുണ്ട്, നമ്മളുടെ സോഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ബിഗ് ഡാറ്റ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഇതാണ് ബിഗ് ഡാറ്റ എന്ന ചാപ്റ്റർ. ഇതോടുകൂടി ബിഗ് ഡാറ്റ എന്ന ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നെക്സ്റ്റ് ഒരു യൂണിറ്റുമായിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ബൈ.